രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് കാപ്പിടൊട്ടത്ത് ഇതേ പാർലേജി ബിസ്ക്കറ്റ് ആട്ടോ കൊണ്ടു തന്ന കുറേ നാൾക്ക് ശേഷമാണ് പാർലേജി ബിസ്ക്കറ്റ് ഇന്ന് കഴിക്കണം തന്നെ. പണ്ടൊക്കെയാണ് വീട്ടിൽ ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഇതിങ്ങനെ കാപ്പി മുക്കി തിന്നാൻ നല്ല സുഖം കേട്ടോ. പക്ഷേ അലിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്ക് അസുഖമൊക്കെ പോകും കേട്ടോ. അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞതേ അപ്പോഴത്തേക്കാണ്ട് ഈ രണ്ടും കൂടെ എൻ്റെ വീഡിയോ ഓപ്പൺ ആക്കി. അങ്ങനെ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ രണ്ടിനെയും കൂടെ ഓടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഇന്ന് എനിക്ക് തിരിച്ച് പോകേണ്ടതാണ്. അതുകൊണ്ട് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. അതെല്ലാം പെട്ടെന്ന് തീർത്താൽ എനിക്ക് പോകാൻ പറ്റുന്നുള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തിരക്കായിട്ട് നടക്കുമ്പോൾ ദേ ഇവളെൻ്റെ കൂടെ അങ്ങ് നടക്കട്ടെ. ഞാൻ എന്താ ചെയ്യുന്നറിയാം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത്ര ദിവസം വീട്ടിലുള്ളതുകൊണ്ട് പെട്ടെന്ന് പോകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വിഷമം. ഇനി അവിടെ ചെല്ലാതെ ചോറിനാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ നേരത്തെ അങ്ങ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഓട്ടോ ഒക്കെ വിളിച്ചു കേട്ടോ. ഇച്ചിരി സാധനം ഏറെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഓട്ടോയിൽ വിളിച്ച് വഴി വെച്ച് അച്ഛൻ കാണുകയും ചെയ്തു. പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ നേരെ കൊടുങ്ങൂർ ഇറങ്ങി കേട്ടോ. പിന്നെ ബസ് വരാൻ ഒത്തിരി നേരം നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ശേഷം ബസ് വന്ന്. പിന്നെ ഞാൻ അങ്ങനെ കയറി പോകുന്ന വഴിക്ക് ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങിയ ട്രെയിൻ വന്ന് കിടക്കുകയും കൂടെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓടി പിടിച്ച് ലോക്കലിലോട്ട് ചാടി കയറി. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഭയങ്കര തിരക്ക്. നിൽക്കാൻ പോലും ഇടയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു സൈഡിലോട്ട് ബാഗ് ഒതുക്കി വെച്ച് ഞാൻ അവിടെ നിന്ന് കേട്ടോ. ഫുള്ള് ബംഗാളീസ് ആയിരുന്നേ. അങ്ങനെ നിന്ന് ആലുവ എത്തി കേട്ടോ. അങ്ങനെ ഈ വെയിറ്റും കൊണ്ട് ഞാൻ എങ്ങനെയാണ് സ്റ്റാൻഡിൽ വരെ എത്തിയെന്ന് തമ്പുരാനറിയാം. പിന്നെ പെട്ടെന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞാനങ്ങ് കയറിപ്പോന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്.